കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ചാണ് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടികൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. 1 വർഷം മുൻപ് തകർന്ന എറവ് തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കൃഷിവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നിലം തരിശിടാൻ കർഷകർ. വാർത്തകൾ വിശദമായി. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ മാസം 16-നകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. LDFന്റെയും CPIയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് നിയമ നടപടി സ്വീകരിച്ചതെന്ന് ഗീതാ ഗോപി പറഞ്ഞു. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും മുകുന്ദന് കോൺഗ്രസ് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് DCC, KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. കോൺഗ്രസിന്റെ മറുപടി അനുകൂലമല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം വിളിച്ചു തുടർ തീരുമാനങ്ങളെടുക്കും. മുകുന്ദനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ BJPയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്നതിൽ CC മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ചില ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ കൊച്ചി ഉദയംപേരൂരിലുള്ള പ്ലാന്റിൽ നിന്നാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടർ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അതും ഏറെക്കുറെ നിലച്ചു. സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല. അതേസമയം സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ നടപടികളുമായി കേന്ദ്രം രംഗത്തെത്തി. സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധന നടത്തിവരികയാണ്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരത്തിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കൊളംബോ ഹോട്ടലാണ് ഇന്ന് അടച്ചുപൂട്ടിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കറകളഞ്ഞ അമേരിക്കൻ ദാസ്യത്തിന്റെ തെളിവാണ് നിലവിലെ പാചകവാതക പ്രതിസന്ധിയെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് AITUC ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TK സുധീഷ്, സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി, ജില്ലാ ഭാരവാഹികളായ KM ജയദേവൻ, P. ശ്രീകുമാർ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരിയിൽ പ്രതിഷേധ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. DYFI തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗം K. സച്ചിൻ, KU സരിത, VP പ്രേംശങ്കർ എന്നിവർ സംസാരിച്ചു.
പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, CK ഹാരിസ്, CS സുജിത്, റീമ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച തൃശൂർ AG's ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന GST പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ബേബി നെല്ലിക്കുഴി, ഷാജി ആനിത്തോട്ടം, പോളി റാഫേൽ, ജൂലിയസ് ആന്റണി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷവും പാചകവാതക പ്രതിസന്ധിയും രൂക്ഷമാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്ദേശം സിനിമ വീണ്ടും ചർച്ചയാകുന്നു. ലോകത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന യുദ്ധം ഇവിടെ നമ്മുടെ നാട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയെ ബാധിക്കുമോ എന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടി ഇന്ന് എല്ലാ തെരുവുകളിലുമുണ്ട്. ഇന്ധനക്ഷാമം മൂലം ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും പാചകവാതകത്തിനായി ജനം നെട്ടോട്ടം ഓടുകയും ചെയ്യുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് സഖാവ് കോട്ടപ്പള്ളി പ്രഭാകരനെയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം അടുക്കളയിലേക്ക് വരുമ്പോൾ സിനിമയിൽ അനുജൻ പ്രകാശൻ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, ഇവിടത്തെ കാര്യം പറയുമ്പോൾ എന്തിനാണ് അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നതെന്ന്. ഇതിന് കോട്ടപ്പള്ളി നൽകുന്ന മറുപടി മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ എന്നാണ്. നിക്കാരാഗ്വയിലെയും റൊമേനിയയിലെയും രാഷ്ട്രീയത്തെക്കുറിച്ച് കോട്ടപ്പള്ളി സംസാരിച്ചത് അന്ന് നമ്മെ ചിരിപ്പിച്ചെങ്കിലും ഹോർമൂസിലെ മിസൈൽ ആക്രമണം നമ്മുടെ വീട്ടിലെ സ്റ്റൗ കത്തുന്നത് തടയുമ്പോൾ ആ ദീർഘവീക്ഷണം ഞെട്ടലോടെയാണ് നാം തിരിച്ചറിയുന്നത്. നിക്കാരാഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്, ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നത് അതിലെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെ ആഴം കൊണ്ടാണ്. അപ്പോ പുരിയിലെ ഇപ്പോ പുരിയത് എന്ന തലക്കെട്ടോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദേശത്തിലെ രംഗങ്ങൾ പ്രചരിക്കുന്നത്. TCV തൃശൂർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. ഒരു പാർട്ടിയുടെയും ഭാഗമായി നിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. K കരുണാകരന്റെ കാലത്താണ് തനിക്ക് ജോലി കിട്ടിയത്. ഇടതുകാലത്തും നന്നായി പരിഗണിച്ചിട്ടുണ്ട്. 3 പാർട്ടിയുമായി ബന്ധമുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ദൂതൻ വന്ന് കണ്ടിരുന്നു. സുരേഷ് ഗോപിയും വിളിച്ചു. ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നോ എന്ന് ചോദിച്ചിരുന്നു. നിലവിൽ എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം തുടർന്നും ലഭിക്കാനാണ് താൽപര്യം. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാ അംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും IM വിജയൻ വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. 3 ആഴ്ച മുന്നേ മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് രജിസ്ട്രേഷൻ. എന്നിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വളരെ ഇലക്ഷൻ ലഡേക്കാണ്. ഞാൻ പറഞ്ഞ ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, എല്ലാവരും വേണം എനിക്ക്. പക്ഷേ ഞാൻ അല്ലായിരുന്നു, സുരേഷ് ഗോപി എൻ്റെ പറഞ്ഞു, എല്ലാവരും ഒന്നും പറയണ്ടത്, നിങ്ങൾ എനിക്ക് ഒരു MP തന്നോ, ഇപ്പോൾ ഈ ട്യൂഷയ്ക്ക് കൊടുത്ത പോലെ MP തന്നോ, അതിൽ ഞാൻ പാർട്ടി നോക്കില്ല, ഒരു സ്പോർട്സിൻ്റെ അത് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ MP കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വരുന്നു പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിയിൽ ആയിട്ട് നിൽക്കാൻ എനിക്ക് എല്ലാവരും വേണം, ഞാൻ അങ്ങനെ കൊണ്ട് നടക്കണതാണ്. എൻ്റെ അടുത്ത് ഷാഫ് സാറ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, മറ്റേ CPM മറ്റേ ഇവർ ഇടതുപക്ഷം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഷാഫ് സാറിനെ അറിയാമല്ലോ, ഞാൻ നിൽക്കില്ല എന്നറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ ഇഷ്ടം അല്ല, ഞാൻ പറഞ്ഞ ദാസ്മുഷിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്, ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മാഡത്തിനോട് കൽക്കട്ടയിലുള്ള പണ്ടത്തെ പ്രസിഡൻ്റ് ആയിരുന്നു ഞങ്ങളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ, ആൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ മാഡം വിളിച്ചു. പിന്നെ മറ്റേ മേത്ര സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിൽക്കില്ല സാർ എന്ന് പറഞ്ഞു. അത് എല്ലാ കൊല്ലം ഉള്ളതാണ്, പക്ഷേ ഈ കൊല്ലം കുറച്ച് കൂടുതലായിരുന്നു. അല്ലാണ്ടിപ്പോൾ അമിത്ഷാ വിട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ജനകീയ റോഡിൽ പുന്നവീട്ടിൽ ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ജഗന്നിവാസൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് ആക്രമാസക്തനായത്. ജഗന്നിവാസനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചുകീറി. മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു.
വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സാഹചര്യത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി. കൊല്ലൻപടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വെള്ളറക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, സെക്രട്ടറി MH നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PN വിജയകുമാർ, സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എറവ് തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡ് തകർന്നിട്ട് 1 വർഷത്തോളമാകുന്നു. ഇനിയും കേടുപാടുകൾ തീർക്കാൻ കൃഷിവകുപ്പ് തയ്യാറായില്ലെങ്കിൽ നിലം തരിശിടാൻ ഒരുങ്ങുകയാണ് കർഷകർ. 80 ഏക്കർ വരുന്ന തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡിന്റെ മേൽക്കുര കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ ചുഴലിയിൽ ആണ് നിലംപൊത്തിയത്. അരുമ്പൂർ കൃഷിഭവനിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. മേൽക്കൂര പറന്നുപോയതോടെ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് മഴ നനയാതിരിക്കാൻ ടാർപ്പായ വലിച്ചു കെട്ടിയാണ് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ കാറ്റിൽപ്പെട്ട് ടാർപ്പായയും നിലംപൊത്തി. മഴക്കാലം വന്നാൽ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് അഴിച്ചുമാറ്റിവെച്ച് കൃഷി ഇറക്കാറാകുമ്പോൾ തിരികെ കൊണ്ടുവയ്ക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഇതിനായി ഏറെ അധ്വാനവും പണച്ചെലവും വരും. എത്രയും പെട്ടെന്ന് മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കൃഷി ഇറക്കാതെ തരിശിടുമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് യതീന്ദ്രനാഥ് എന്നിവർ പറഞ്ഞു. അതേസമയം മോട്ടോർ ഷെഡ് നന്നാക്കുന്നതിനായി 58,000 രൂപ അടിയന്തര സഹായം അനുവദിച്ചിരുന്നുവെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയറോട് എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിട്ടും നൽകാത്തതാണ് തടസ്സമെന്നും കൃഷി ഓഫീസർ സ്വാതി സാബു പറഞ്ഞു. TCV തൃശൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തൃശൂർ ദയ ആശുപത്രിയിലേക്ക് മാർച്ചും ജനപ്രതിനിധികൾ ഉപവാസ സമരവും നടത്തി. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, ജനനിധി ജില്ലാ പ്രസിഡന്റ് വിൽസൺ പണ്ടാരവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റാഫിയുടെ ഭാര്യ ബിൻസി ആവശ്യപ്പെട്ടു.
ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരിയെ ദേവസ്വം ഭരണസമിതി തിരിച്ചെടുത്തു. 4 മാസത്തിലേറെയായി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഭക്തരുടെ മുൻപിൽ വെച്ച് ക്ഷേത്രം ശ്രീലകവാതിൽ കൊട്ടിയടച്ചതിനെ തുടർന്നുള്ള പരാതിയിലാണ് രാമൻ നമ്പൂതിരിയുടെ പേരിൽ നടപടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. ദീപാരാധന സമയത്ത് ഭരണസമിതി അംഗം തൊഴാനെത്തിയപ്പോഴേക്കും ക്ഷേത്രനട അടയ്ക്കേണ്ട സമയമായിരുന്നുവെന്നാണ് പറയുന്നത്. കീഴേടം രാമൻ നമ്പൂതിരി ക്ഷേത്രം ശ്രീലകവാതിൽ അടച്ചു. സംഭവം ദേവസ്വം ഭരണസമിതിയിൽ പരാതിയായി വന്നു. ഈ സമയത്ത് നാലമ്പലത്തിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, ക്ഷേത്ര മാനേജർ എന്നിവരിൽ നിന്നും ദേവസ്വം വിവരങ്ങൾ തേടുകയുണ്ടായി. രാമൻ നമ്പൂതിരിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് കീഴ്ശാന്തി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രതിസന്ധി ഉണ്ടായാലും മറികടക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾ സ്വയം വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണം. ലോഡ് ഷെഡിംഗും പവർ കട്ടും ഏർപ്പെടുത്തില്ലെന്നും കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസിൽ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീംകോടതിയിൽ ഇന്ന് നിലപാട് അറിയിക്കും. യുവതീ പ്രവേശനത്തെ എതിർത്തുള്ള സത്യവാങ്മൂലമാണ് സമർപ്പിക്കുക. ശബരിമലയിൽ ആചാര സംരക്ഷണം വേണമെന്ന് സർക്കാർ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടും. കേസിലെ എല്ലാ കക്ഷികൾക്കും സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നാണ്. അടുത്ത മാസം 7 മുതലാണ് 9-അംഗ ബെഞ്ച് വാദം കേൾക്കുക. 2018 സെപ്റ്റംബർ 8-നായിരുന്നു യുവതീ പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീംകോടതി വിധി വന്നത്. പുനഃപരിശോധനാ ഹർജികൾ വന്നപ്പോൾ സർക്കാർ വിധിയെ അനുകൂലിച്ചിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്നും ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതായി പരാതി. ഇന്ന് രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റമദാനിലെ അവസാന 10 ദിവസങ്ങളുടെ ആത്മീയ ധന്യതയിൽ ഇഹ്തികാഫ് ആചരിച്ച് വിശ്വാസികൾ. ഒരു ദിവസമോ പല ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചു സമയമെങ്കിലും പ്രാർത്ഥനാ നിർഭരമായി പള്ളിയിൽ കഴിയുന്നതാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ റമദാനിലെ അവസാന 10-ൽ ഇഹ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അല്ലാഹുവിനെ ആരാധിക്കാൻ പള്ളികളിൽ ഏകാഗ്രതയോടെ കഴിയുന്നതാണ് ഇഹ്തികാഫിന്റെ ആത്മാവ്. പുണ്യ റമദാനിലെ അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരാരാധനയാണ് ഇഹ്തികാഫ് എന്നുള്ളത്. ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായി അള്ളാഹുവിൽ മാത്രം സമർപ്പിച്ചുകൊണ്ട് ചിന്തകളെയും കാതുകളെയും കണ്ണുകളെയും സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള പള്ളിയിൽ ഇരിക്കുന്ന ഒരു ഇബാദത്തിനാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്തികാഫ് എന്ന് പറയുന്ന ആരാധനയുമായി കൂടുതൽ പള്ളിയിൽ ചെലവഴിക്കുമായിരുന്നു. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും മാറി കുറച്ചു സമയമെങ്കിലും ശരീരവും മനസ്സും പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിക്കുന്ന ആത്മീയ അനുഭവമായി വിശ്വാസികൾ ഇഹ്തികാഫിനെ കാണുന്നു. ഒഴിവാക്കാനാവാത്ത ആവശ്യങ്ങൾക്കായി മാത്രമാണ് പള്ളിക്ക് പുറത്തേക്ക് പോകുന്നത്. ആത്മസംസ്കരണം, സ്വയം വിചാരണ, തൗബ അഥവാ പശ്ചാത്താപം, ഖുർആൻ പാരായണം, ദിക്റുകൾ, പ്രാർത്ഥനകൾ, നിസ്കാരം തുടങ്ങിയ വിവിധ ആരാധനകൾക്കുള്ള അവസരമാണ് ഇഹ്തികാഫ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തിരുവില്ലാമല സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചതായി UR പ്രദീപ് MLA. നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപ അനുവദിച്ചതായും MLA അറിയിച്ചു. തിരുവില്ലാമല വില്ലേജ് ഓഫീസ് കെട്ടിടം ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഓഫീസിൽ കൂട്ടിയിട്ട ഫയലുകൾക്കിടയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയിരുന്നു. ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായി രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിലാണ് രഥയാത്ര നടത്തുന്നത്. മഞ്ജുളാൽ പരിസരത്തെത്തിയ രഥയാത്രയെ മഠാധിപതി ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു.
കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലെ മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. മേത്തല അഞ്ചപാലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കന്നുകാലി ഫാമിൽ നിന്നുള്ള മാലിന്യം പൊതുതോട്ടിലേക്ക് തള്ളുന്നത് പതിവാണ്. മാലിന്യം വന്നടിയുന്നതുമൂലം ദുർഗന്ധവും കൊതുക് ശല്യവും കൊണ്ട് പരിസരവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഫാമിലെ ചാണകവും ഗോമൂത്രവും അടക്കമുള്ള മാലിന്യം രാത്രികാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് തോട്ടിലേക്ക് പമ്പു ചെയ്യുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. അടുത്തായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഭയങ്കര ബുദ്ധിമുട്ട് വന്നേക്കണത്. എന്നുവെച്ചാൽ ഈ ചാണകമാണ് കൂടുതലും, അല്ലാണ്ട് വെള്ളം അങ്ങനെയല്ല. ചാണം ഇങ്ങനെ ഇതുകൊണ്ട് കലക്കിയാണ് വിടുന്നത്. അപ്പം അതിങ്ങനെ പോകാണ്ട് കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വെയിൽ വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് ഒരു ഉച്ച നേരത്തും രാത്രി ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പം ഞാൻ തൊട്ടടുത്ത് കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾക്കും ഇതെല്ലാവർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണിത്. ജപ്പാലത്ത് താമസിക്കുന്ന വടക്കേ സൈഡിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പുറത്ത് അബീബ് എന്ന് പറയുന്ന ആള് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിൽ നിന്ന് ഭയങ്കര ദുർഗന്ധമാണ്. 6 മണിയാകുമ്പോൾ തുടങ്ങും വെള്ളം തോട്ടിലേക്ക് അടിച്ചൊഴിക്കുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല. 6 മണിയായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. അത്രയും മണമാണ്. അത് ഫാമിലെ മണം പോലെയല്ല തോന്നുന്നത്. ഇത് കക്കൂസ ടാങ്ക് ഇങ്ങനെ മാലിന്യം ഒഴുക്കി വിടുന്ന മണമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഒരാളും വന്ന് വെള്ളം പോലും കുടിക്കില്ല. ഞങ്ങൾക്ക് പിന്നെ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു പോണതാണ്. എന്തെങ്കിലും സാറന്മാർ ഇത് ചെയ്തെന്ന ഉപകാരം. ഇതുവരെ ശ്വാസം മുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്വാസം മുട്ടായി പണം കൊണ്ട് കെടുക്കാൻ പറ്റണില്ല. സന്ധ്യയാകുമ്പോഴെങ്കിലും നമുക്കത് കയറി കിടക്കണ്ടേ. മണം കൊണ്ട് കെടുക്കാൻ പറ്റൂല. 1 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കര നാട്ടായിരിക്കും. എന്ത് ചെയ്യും? വയസ്സന്മാര് കഷ്ടപ്പെടുക തന്നെ വരെ കിടന്ന്. ഇവര് എന്ത് പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ഇവിടെ എന്ത് പറഞ്ഞിട്ടും ഇവര് ഇയാള് പറഞ്ഞ അവിടെ ചെന്ന് ഒച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്കിവിടെ ജീവിക്കണം. ആർക്ക് ജീവിച്ചോട്ടെ, 2 വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ, 1 വശമുള്ള ആൾക്കാർ ജീവിക്കണില്ലേ. ഇതിപ്പോ നമുക്ക് ഈ അയലന്തരത്തൊക്കെ രാത്രി ഇരുട്ടിന്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യണത്. ഇന്നലെ വെളുപ്പിന് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നാളെ നടക്കും. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ദീപസ്തംഭത്തിന് കീഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ ഭഗവതി വീട്ടുകാർ കുഴിയെടുത്ത് മൂടി അതിന്മേൽ ചെമ്പട്ട് വിരിച്ച് കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ തച്ചോളി തറവാട്ടുകാരാണ് ആദ്യ കോഴിയെ സമർപ്പിക്കുന്നത്. കോഴിക്കല്ല് മൂടൽ ചടങ്ങോടെ ഭരണി ആഘോഷത്തിന് തുടക്കമാകും. 21-നാണ് അശ്വതിക്കാവ് തീണ്ടൽ. ഭരണി നാളിൽ വെന്നിക്കൊടി നാട്ടുന്നതോടെ മീനഭരണി ആഘോഷം സമാപിക്കും. NGO യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. പ്രതിനിധി സമ്മേളനം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് OP ബിജോയ് അധ്യക്ഷത വഹിച്ചു. V വിമോദ്, KR രേഖ, PB ഹരിലാൽ, PG കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ട്രേഡ് യൂണിയൻ പ്രതിനിധികളും നിയമവിദഗ്ധരുമെല്ലാം കൂടി ചേർന്ന ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. ആ കോൺക്ലേവിൽ തീരുമാനമെടുത്ത് ജസ്റ്റിസ് ഗോപാൽ ഗൌഡ ഉൾപ്പെടെയുള്ള കമ്മീഷനെ നിയമിച്ചു ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ. നിയമമുണ്ടാക്കാനും നമ്മുടെ ചട്ടത്തിന് അവകാശമുണ്ട് എന്ന ഡിജിറ്റൽ റീസർവേക്ക് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്ന് കണ്ടെത്തിയ വിജിലൻസ് റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന KPCC സെക്രട്ടറി ഷാജി കോടങ്ങണ്ടത്ത്. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കൃത്യമായി പരസ്യം നൽകാതെയാണ് ടെൻഡർ ക്ഷണിച്ചത്. ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി തുടർ നടപടികൾക്കായി EDക്ക് കൈമാറിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണ നടപടികൾ വൈകുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഷാജി കോടങ്ങണ്ടത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ടൗൺ ബ്രാഞ്ച് പ്രസിഡന്റ് മൃതുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം PU ശ്രീകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ C ജെയിംസ്, ജില്ലാ വനിതാ ഫോറം കൺവീനർ KS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല പഞ്ചായത്ത് ക്ഷേത്രം ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച വാട്ടർ ATM പ്രവർത്തനരഹിതമായി. വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥാപിച്ച വാട്ടർ ATM നിരവധി പേർക്ക് ആശ്വാസമായിരുന്നു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടും മുൻപ് വാട്ടർ ATM പ്രവർത്തനരഹിതമായി. ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ 80ാം വാർഷികം ആഘോഷിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PV ഹാപ്പി അധ്യക്ഷത വഹിച്ചു. SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ്, കൌൺസിലർ ജോയ് ബാസ്റ്റിൻ ചാക്കോള, ഡോക്ടർ KP ബിന്ദു, ഡോക്ടർ റിൻസിമോൾ സെബാസ്റ്റ്യൻ, AK ഡിക്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇഞ്ചംകുണ്ട ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VP അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജനൻ, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, പ്രധാന അധ്യാപിക റിൻസി ജോൺ, PTA പ്രസിഡന്റ് ഷാജി തോമസ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 57 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കരുണ, വകുപ്പ് മേധാവി M രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന ടെക്നിക്കൽ സെഷനിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരും വിദ്യാർത്ഥികളും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. നടത്തറ പാണഞ്ചേരി മേഖലയിലെ 2 CPM പ്രാദേശിക നേതാക്കൾ BJPയിൽ. മണ്ണുത്തി മുൻ ഏരിയ കമ്മിറ്റി അംഗം നിഭിൻ ശ്രീനിവാസൻ, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KG ബൈജു എന്നിവരാണ് BJPയിൽ ചേർന്നത്. ഇവരോടൊപ്പം 20 CPM പ്രവർത്തകരും BJPയിൽ അംഗത്വമെടുത്തു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ കണ്ണിന് കുളിരേകി കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. പാതയോരങ്ങളിലും ഗ്രാമവഴികളിലും മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന കൊന്നമരങ്ങൾ ഐശ്വര്യപൂർണമായ വിഷുക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. വേനൽച്ചൂടിൽ വെന്തുരുകുന്ന മണ്ണിൽ സ്വർണ്ണവർണ്ണം വാരി വിതറുന്ന കാഴ്ച നയനമനോഹരമാണ്. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു. കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ പൂവിട്ട് നിൽക്കുന്ന കണിക്കൊന്നകൾ പ്രകൃതിയുടെ അത്ഭുതമായി ഇന്നും തുടരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പൂക്കൾ വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. വിഷുദിനത്തിൽ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഈ പുഷ്പങ്ങൾ അണിനിരക്കും. പാതയോരങ്ങളിൽ കൊന്നപ്പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് വഴിയാത്രക്കാർ. കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ മഞ്ഞ പകിട്ട് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. TCV ന്യൂസ്, കുന്നംകുളം. വഴിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണമാല ഉടമസ്ഥന് നൽകി മാതൃകയായ പുതുരുത്തി സ്വദേശി മണികണ്ഠനെ BJP ആദരിച്ചു. BJP ജില്ലാ സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത്, ഏരിയ പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ലഭിച്ച 4 പവനോളം തൂക്കം വരുന്ന സ്വർണമാലയാണ് മണികണ്ഠൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് UDF ഉപവാസ സമരം നടത്തി. വടക്കേ നടയിൽ നടന്ന ഉപവാസം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് താണിപ്പാടം, DCC ജനറൽ സെക്രട്ടറി TM നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, യൂസഫ് പടിയത്ത്, PV രമണൻ, KP സുനിൽകുമാർ, P വേണുഗോപാൽ, KN സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ സ്വപ്രയത്നത്താൽ നാടിന് മാതൃകയായ വനിതാ രത്നങ്ങളെ ആദരിച്ചു. തന്റെ കേൾവി പരിമിതിക്കുള്ളിൽ നിന്ന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരിയും ചിത്രകാരിയുമായ രജനി കാക്കശ്ശേരി, മികച്ച ജൈവ കർഷക ഷീജ പുഷ്പൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ റിപ്പബ്ലിക് സദസ്സും ഇതോടനുബന്ധിച്ച് നടന്നു. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ ആദരണം ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരിയും ദേവസൂര്യ വനിതാ വേദി അംഗവുമായ ദേവൂട്ടി ഗുരുവായൂർ അധ്യക്ഷയായി. ഗുരുവായൂർ നഗരസഭ കൌൺസിലർ KM മെഹറൂഫ് പ്രതിഭകളെ ആദരിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ റിപ്പബ്ലിക് സദസ്സിന് നേതൃത്വം നൽകി. ദേവസൂര്യ വനിതാവേദി ചെയർപേഴ്സൺ സജിത വിജയൻ, കൺവീനർ VP പ്രിൻസി, ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല കണ്ണിയാർകോട് കരിങ്കുറ്റി അയ്യപ്പൻകാവിലെ താലപ്പൊലി ആഘോഷത്തിന് കൊടിയേറി. മേൽശാന്തി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര പരിപാലന സമിതി സെക്രട്ടറി P കൃഷ്ണപ്രസാദ്, പ്രസിഡന്റ് മാധവൻകുട്ടി എന്നിവർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. മേളത്തിന് കുത്താമ്പുള്ളി മോഹനൻ പ്രമാണികത്വം വഹിച്ചു.
ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച 7ാമത് ജോസഫ് ചെറിയാൻ മെമ്മോറിയൽ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരത്തിൽ കിഴക്കേ കോടാലി സ്വദേശി സുനിൽ പുണർക്ക പ്രോത്സാഹന സമ്മാനത്തിന് അർഹനായി. സൌഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു മത്സരം. ഞായറാഴ്ച എറണാകുളം മുളന്തുരുത്തി സ്നേഹഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. കോൺഗ്രസ് നേതാവ് ടി കെ കൊച്ചനിയന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എ സാബു, മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, സന്തോഷ് കോലഴി, ഹരി പി എസ് വേണുഗോപാൽ, പി ഗിരീഷ്, ലിൻസൺ തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് 12ാം വാർഡിലെ ഐശ്വര്യ റോഡ് തുറന്നുകൊടുത്തു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, CJ പോൾസൺ, UY ഷമീർ, ഡോക്ടർ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16.15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 200 മീറ്റർ ദൂരത്തിൽ കട്ട വിരിച്ച റോഡ് നവീകരിച്ചത്. വലപ്പാട് GDM LP സ്കൂളിലെ KG വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ഡേയും ഗ്രാൻഡ് പാരന്റ്സ് ഡേയും ആഘോഷിച്ചു. സദേൺ എമറിൻ ഏവിയേഷൻ CEO ജസ്റ്റിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. KK പീതാംബരൻ, സജി രംഗനാഥ്, ഷാനി അസീസ്, MA ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിയുള്ളവർക്കും വയോജനങ്ങൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിദാസൻ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ PM സൗമ്യ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടപ്പിള്ളി എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്രിസ്തീയ വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മാർ ബോസ്കോ പുത്തൂർ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, EWS മാനദണ്ഡങ്ങളുടെ പരിഷ്കരണം, മദ്യനയം എന്നീ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും നിലപാട് വ്യക്തമാക്കണമെന്ന് അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പാചകവാതക ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴുവിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചു. സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം കക്കേരി, DCC ജനറൽ സെക്രട്ടറി അശോകൻ K, അശോക് കോമത്ത് കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ കൺവീനർ J ജോസഫൈൻ സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ DV സതീശൻ, ഡോക്ടർ TV സതീശൻ, പ്രസിഡന്റ് രഹന P ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മന്ത്രി ഇബ്രാഹിം പവാർ, പ്രമുഖ ചരിത്ര MK സാനു, കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ കായിക വികസനത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ജനകീയ ഫുട്ബോൾ മേളയുടെ 2ാം സെമിഫൈനൽ മത്സരം ഇന്ന് രാത്രി 7:30 നടക്കും. വെള്ളിയാഴ്ച നടന്ന ആദ്യ സെമിഫൈനലിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ടോസിൽ നെക്സൽ ഷൂട്ടേഴ്സ് പടന്ന ടീമിനെ തോൽപ്പിച്ച് ഫൈനലിൽ പ്രവേശിച്ചു.
പറപ്പൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള കളിപ്പാടം, പടിഞ്ഞാറേപ്പാടം എന്നിവിടങ്ങളിൽ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാതെ കെട്ടിക്കിടക്കുകയാണെന്ന് ജില്ലാ കൃഷി സംരക്ഷണ വികസന സമിതി പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. കർഷകർക്ക് മുന്നിൽ മില്ലുടമകൾ അനാവശ്യമായ നിബന്ധനകൾ വയ്ക്കുകയാണ്. സർക്കാരിന്റെയും സപ്ലൈകോയുടെയും അനാസ്ഥയാണ് നെല്ല് സംഭരണത്തിന് തടസ്സമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തോളൂർ പഞ്ചായത്ത് അംഗം ഡേവിസ് വടക്കൻ, പാടശേഖര സമിതി അംഗം പ്രമോദ് മാധവൻ, കർഷക പ്രതിനിധി ബൈജു ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിലെ SC/ST വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സലീം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രഭാത് മുല്ലപ്പിള്ളി, ഹസീന അഷ്റഫ്, ഇംപ്ലിമെന്റ് ഓഫീസർ ജിഷ, വാർഡ് മെമ്പർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിമ്പ്രം ശിഹാബ് തങ്ങൾ ആൻഡ് സഹചാരി റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി ഖത്തീബ് അനസ് അൻവാരി ഉദ്ഘാടനം ചെയ്തു. അസ്ഹറുദ്ദീൻ ഹുദവി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ഫൈസി, ഷുഹൈബ് വല്ലപ്പുഴ, അബ്ദുൽ കരീം അറക്കൽ, നൌഷാദ് പോക്കാക്കില്ലത്ത്, അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച സോളാർ പാനലിന്റെ പ്രവർത്തനോദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും ചടങ്ങിൽ നടന്നു. സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നാണ് വാഹനം അനുവദിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജർ ഹറോൾഡ് ഇഗ്നീഷ്യസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്നേഹ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് കൊച്ചുവീട്ടിൽ, മണി ഉല്ലാസ്, അൻസമോൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശാസ്താവിന് പഴുക്കാ മണ്ഡപം സമർപ്പണം തിങ്കളാഴ്ച നടക്കും. തിരുവാതിര വിളക്കിനും തറക്കൽ പൂരത്തിനും ശേഷം ആറാട്ടുപുഴ ശാസ്താവിനെ ഇറക്കി എഴുന്നള്ളിക്കുന്നതിനു വേണ്ടിയാണ് പഴുക്കാ മണ്ഡപം നിർമ്മിച്ചത്. ആറാട്ടുപുഴ സ്വദേശിയും ശില്പിയുമായ ശ്രീകുമാർ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് പഴുക്കാ മണ്ഡപം രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം പൂർത്തീകരിച്ചത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെ അരിമ്പൂർ പഞ്ചായത്ത് തയ്യാറാക്കിയ സ്പർശം വെബ് ആപ്ലിക്കേഷൻ വയോജനങ്ങൾക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. 6248 വയോജനങ്ങളുടെ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുക. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, സ്പർശം കോർഡിനേറ്റർ VK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ക്ഷേത്രം ഉപദേശക സമിതി തീരുമാനിച്ചു. പൂരം ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തെറ്റായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിച്ചതിൽ സമിതി ആശങ്ക രേഖപ്പെടുത്തി. 2008 മുതൽ എല്ലാ വർഷവും ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് വെടിക്കെട്ട് നടത്താറുള്ളത്. ക്ഷേത്ര പത്തായപ്പുരയിൽ കൂടിയ അടിയന്തര യോഗത്തിൽ സമിതി പ്രസിഡന്റ് മനോജ് മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കുന്നംകുളം നഗരസഭയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. സമാധാനം ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് തുടങ്ങിയവരെ പുരസ്കാരം നൽകി ആദരിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, ആർഷ ജിജു, പുഷ്പ ജോൺ, മുൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. തലൂർ തൈക്കാട്ടുശ്ശേരി വല്ലച്ചിറ റോഡ് നവീകരിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു എന്നിവർ സംസാരിച്ചു. ജനതാദൾ യുണൈറ്റഡ് ജില്ലാ പ്രസിഡന്റ് ജോസ്മോൻ കൊള്ളന്നൂർ, വനിതാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് രേഖ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ 15ഓളം പേർ PJ ജോസഫ് ചെയർമാനായ കേരള കോൺഗ്രസിൽ ചേർന്നു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അംഗത്വം വിതരണം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ടിച്ചൻ തരകൻ അധ്യക്ഷത വഹിച്ചു.
കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, പ്രസാദ് പുലിക്കോടൻ, ഉണ്ണി വിയൂർ, ബഫീഖ് ബക്കർ, ജോബി ആലപ്പാട തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന് ആരോപിച്ചാണ് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. സിലിണ്ടറുകളുടെ പൂത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടികൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. 1 വർഷം മുൻപ് തകർന്ന എറവ് തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. കൃഷിവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നിലം തരിശിടാൻ കർഷകർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.